ഹായ് ഹലോ. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇന്നും ഒരു പാല് കാച്ചുണ്ട് കേട്ടോ. മിക്കവാറും ലീവുള്ള ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നൊരു പാല് കാച്ചാണ്. അപ്പം എൻ്റെ കെട്ടിയവൻ കാറെടുത്ത് വെളിയിൽ നിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങളെ കാണാൻ അകത്തോട്ട് കയറി നിന്നു. അത് കഴിഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ കാറിനകത്ത് കയറി. അങ്ങനെ പിന്നെ ഇവിടുന്ന് ഇപ്പം ഇറങ്ങിയപ്പോഴത്തേന് 12:45 കഴിഞ്ഞു കേട്ടോ. കാരണം പള്ളിയിൽ പോയിട്ട് വന്ന് ഞങ്ങൾ പിന്നെ ഒന്ന് റെഡി ആയിട്ടൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേന് അത്രയും സമയം അപ്പൂസ് ഭയങ്കര ടയർഡായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിലൂടെ എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് വഴിക്കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് പോകാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയല്ലേ, നല്ല ട്രാഫിക്കാണ്. കുറച്ച് മുമ്പോട്ട് നല്ല ട്രാഫിക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ട്രാഫിക്കൊക്കെ കവറായിട്ട് കുറച്ച് മുന്നോട്ട് വന്നു. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ, ഒരു 10-20 മിനിറ്റ് അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാഫിക് ആയതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം വണ്ടി പതിയെ ഓടിച്ച് ഇവിടെ എത്താനെക്കൊണ്ട് കുറേ സമയം പിടിച്ചു കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഇനി ഒരു 5-10 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേനും അങ്ങ് എത്തും. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇവിടെ എന്താ പറയുന്നത്, റോസാപ്പൂവിൻ്റെ ഒരു തോട്ടമുണ്ട് കേട്ടോ. നല്ല പിങ്ക് കളറ് റോസാപ്പൂ ഇങ്ങനെ വിടർന്ന് കുറേ നിൽപ്പുണ്ട്. അപ്പോൾ നിറയെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വീട്, ഡ്യൂപ്ലെക്സ് കേട്ടോ. അപ്പോൾ ഞാൻ വീടിൻ്റെ ചെറിയൊരു വ്യൂ എൻ്റെ കൂട്ടുകാർക്ക് തരാം. അപ്പം വെളിയിൽ അച്ഛനും ആൾക്കാരും എല്ലാം നിൽക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചിട്ട് പോകാനായിട്ടൊക്കെ റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഗ്രഹനാഥ. ഇനി ഞാൻ ഗ്രഹനാഥ കാണിച്ചില്ലെന്ന് പറയണ്ട കേട്ടോ. അമ്മാമ്മ എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോഴാണ് ആൾ എന്നെ കണ്ടത്. ഓക്കെ, അപ്പം ഇനി വീട്ട് ഗ്രഹനാഥയെ കാണിച്ചില്ലെന്ന് പറയണ്ട. അത് പിന്നെ ഇതാണ് മൂത്ത മകള്. പിന്നെ അവളും ഇങ്ങോട്ട് നോക്കിയിട്ടില്ല. അവളിപ്പോഴാണ് അവളും കണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളവരെ ചെറുതായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം. പിന്നെ ഇതൊക്കെ എല്ലാവരും പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളാണ്, നമ്മളുടെ പരിചയക്കാരാണ്. ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാവരും കാണാനും സംസാരിക്കാനും സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അടുക്കള, ഇങ്ങോട്ട് ഡൈനിങ് ഹാള്, പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പുറത്തോട്ട് വന്നിട്ട് ഹോളുണ്ട്. മുകളിലോട്ട് ഇവിടെ നിന്നാണ് സ്റ്റെയർ കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മുകളിൽ 2 ബെഡ്റൂം. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ വന്നപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ അവർ നിന്നിട്ട് ആഹാരം കഴിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്കറിയാം ഞാൻ ഇവരെയൊക്കെ കണ്ടിട്ട് വർഷത്തിൽ മേലെയായി. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പോൾ ഇവരെയൊക്കെ അങ്ങനെ കാണാനൊരു ചാൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു ഫംഗ്ഷനിൽ എല്ലാവരും വന്ന്, അതുകൊണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചു. അങ്ങനെ ഞാനും കുറച്ച് ഭക്ഷണം എടുത്ത് അപ്പോൾ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. ഗീ റൈസും ചിക്കൻ കറിയും അപ്പവും കബാബും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു തമാശ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തൊക്കെയോ തമാശകളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചതാട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും പരിചയക്കാരാണ്. അപ്പോൾ എല്ലാവരും ചെറിയൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് പരിചയം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും സന്തോഷം. അപ്പോൾ എല്ലാവരും ഇരിക്കുന്നത് എപ്പോഴാണ് ഈ വീഡിയോ ഇടുന്നതെന്നുള്ള ഒരു സന്തോഷത്തിൽ ആൾക്കാരിയ്ക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എല്ലാവർക്കും ഇതിനകത്തുനിന്ന് കാണുക എന്ന് പറയുന്നത് സന്തോഷമല്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഇന്ന് വൈകുന്നേരം തന്നെ ഈ വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഒരു ചേച്ചിയെ കിട്ടി. ചേച്ചിയോട് ഞാനിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചി എന്തൊക്കെ തമാശകൾ പറയുമായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ ചിരിക്കുക. പക്ഷേങ്കിൽ തമാശ പറയുന്ന ആൾക്കാർക്ക് ചിരി വരുന്നില്ല, പക്ഷേ കേൾക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ പോയി ഇച്ചിരി ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഐസ്ക്രീം മേടിക്കാം. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമും മേടിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പം ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ എന്തോ ഒരു വട്ടമേശ സമ്മേളനം നടക്കുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാവരോടും കുറച്ച് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ വിളിച്ചിട്ട് വെറുതെ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ ക്യാമറയാണെന്ന് കണ്ട ഉടനെ മാറിപ്പോയി. ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇവരെയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരും ഇതിൻ്റെ കൂട്ടത്തിൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കാണിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവരെയൊക്കെ നിങ്ങൾക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എന്തോരം ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടെന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് പിന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ഈ പള്ളിയിൽ അച്ഛൻ്റെ കൊച്ചമ്മയാണ്. അച്ഛൻ്റെ കൊച്ചമ്മ എൻ്റെ വലിയൊരു ഫോളോവറാണ്, എന്നെ ഭയങ്കര ഇഷ്ടമൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കൊച്ചമ്മയ്ക്ക് അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പം കൊച്ചമ്മയോട് ഞാൻ പറയാം ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. പക്ഷേങ്കിൽ അവരുടെ പള്ളിയിലെ പിന്നെ അച്ഛൻ്റെ കൊച്ചമ്മയാണ്. പക്ഷേങ്കിൽ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണെന്നുള്ള കാര്യം കൊച്ചമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം കൊച്ചമ്മയൊക്കെ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ ഇവിടെ ഒരുപാട് പേര് ഇന്ന് പരിചയപ്പെടാനും സംസാരിക്കാനും സന്തോഷം പങ്കിടാനൊക്കെ പറ്റിയിട്ട് ഇത് ഭയങ്കര ഒരു സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും എനിക്കതെന്നുണ്ടെങ്കിൽ ഇന്ന് പിന്നെ കാണാൻ പറ്റി. പിന്നെ എല്ലാവരെയും കൂടെ നിർത്തി ഒരു വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഇവരെല്ലാം എൻ്റെ ഫോളോവേഴ്സ്, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സുകളാണ് കേട്ടോ. ഇവരെല്ലാവരും നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവരെയൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പം ഹസ്ബൻഡ് വൈഫ് അവർ രണ്ടുപേരോടൊന്ന് ചേർന്ന് നിന്നതാണ്. അപ്പോൾ ശരി, ഇനി വീഡിയോയിൽ ഇനി അവർ രണ്ടുപേരുടെ ചേർന്ന് വരട്ടെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഞാൻ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സണ്ണി അങ്കിൾ അങ്ങനെ എല്ലാവരെയും ഒരുവിധപ്പെട്ട എല്ലാവരും വീഡിയോയിൽ ഇത് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ, സി യു.